ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ്ലീഹ സ്വന്തം ജീവിതത്തിൻ്റെ കാതലായ അടിസ്ഥാനപരമായ ചിന്താഗതി വിളിച്ചറിയിക്കുന്ന വാക്യമാണിത്. ജീവിക്കുന്നത് ക്രിസ്തു, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, ക്രിസ്തു മാത്രം, ക്രിസ്തുമയം അല്ല. ഞാൻ കടന്നു പോകുന്നത് അതെനിക്ക് ലാഭമാണ്. കാരണം ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ എൻ്റെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അതിനാണ് എൻ്റെ ആഗ്രഹം. അതാണ് അത്യുത്തമമായ കാര്യം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടതയുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, രോഗമുണ്ട്, ബന്ധനങ്ങളുണ്ട്, ജയിൽവാസമുണ്ട്, ആപത്തുകളുണ്ട്, അനർത്ഥങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, കുത്തിത്തിരിപ്പുകളുണ്ട്, മത്സരങ്ങളുണ്ട്. ജീവിതത്തിൽ ഏറെയേറെ യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം എത്ര ക്ഷണികം, എത്ര നിസ്സാരം, ക്ഷണപ്രഭ ചഞ്ചലമായ ഈ ലോക ജീവിതത്തിൻ്റെ താൽക്കാലികമായ ദുരിതങ്ങൾ മാത്രം. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മിൽ വലിയൊരു തേജസ് വെളിപ്പെടാനിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ല. ഇവിടെയുള്ള കഷ്ടങ്ങൾ, ഇവിടെയുള്ള നഷ്ടങ്ങൾ, ഇവിടെയുള്ള ദുരിതങ്ങൾ, ഇവിടെയുള്ള വേദനകൾ, ഇവിടെയുള്ള രോഗങ്ങൾ, ഇവിടെയുള്ളതായ ജീവിതത്തിൻ്റെ അനേകമനേകം പ്രയാസവും വിഷമതയും യാതനയും നിറഞ്ഞതായ അനുഭവങ്ങൾ എല്ലാം നിസ്സാരം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഉത്തമമായ കാര്യം അതാണ്, ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. കണ്ണിന് കാണാൻ കഴിയാത്തതും ചെവിക്ക് കേൾക്കാൻ കഴിയാത്തതും ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിന് ഊഹിക്കുകയോ ചിന്തിക്കുകയോ നിരൂപിക്കുകയോ ചെയ്യാൻ കഴിയാത്തതുമായ വലിയൊരു ഭാഗ്യം, വർണ്ണനാതീതമായ ഭാഗ്യം, മനുഷ്യ മനസ്സിനും മനുഷ്യ ബുദ്ധിക്കും വിധേയമാകാത്തതായൊരു ഭാഗ്യം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ ദാർശനികമായ ആശയത്തിൻ്റെ പൊരുളാണ് തൻ്റെ സുവിശേഷ വേലയുടെയും തൻ്റെ ലേഖനങ്ങളുടെയും എല്ലാം പിന്നിൽ തുടിച്ചു കൊണ്ടിരുന്നത്. എന്തു വലിയ അഭിമാനത്തോടും
ആദരവോടും കൂടിയാണ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വേല ചെയ്തത്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം താൽക്കാലികമാണ്, നമുക്കാരും ചിന്തിച്ചു വരികയായിരുന്നു. പക്ഷേ ഇതിന് ശേഷമുള്ള നിത്യത ക്രിസ്തുവിനോടുകൂടി ഇരിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. ഇന്ന് ലോകത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു. അതാണ് നമുക്ക് പറയാനുള്ളൂ. ഞാൻ ഓർക്കുന്നു, പണ്ട് അല്പം ഭാവനാപരമായി വായിച്ചതായ ഒരു ചെറിയ സംഭവം. ഒരു ദൈവദാസൻ റോഡിൽ നടന്നു പോവുകയായിരുന്നു. ഏതാനും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. ഈ കുട്ടികൾ സ്കൂളിലേക്ക് വർത്തമാനം പറഞ്ഞും അവർ പലതരത്തിൽ കളിവാക്കുകൾ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും എല്ലാം അവരിങ്ങനെ പോകുമ്പോൾ ഈ ദൈവദാസൻ അവരോട് ചേർന്ന് നടന്നു. അദ്ദേഹം ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ പറഞ്ഞു, കാണരുതോ, ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അയ്യോ, അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾ പഠിക്കാൻ പോകുന്നു. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഠിക്കും. അല്ല, പഠിച്ചു കഴിഞ്ഞാൽ, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ കൂടി ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാൻ മറ്റു സ്കൂളിൽ പോകും. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? പിന്നെ എന്താണ്? പിന്നെ ഞങ്ങൾ കോളേജിൽ പോകും. കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ഞങ്ങൾ ഒരു നല്ല ഡിഗ്രി എല്ലാം എടുക്കും. മോനെ, നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിൻ്റെ ഉദ്ദേശം? അതിലൊരു കുട്ടി പറഞ്ഞു, സാറേ, എന്താ അങ്ങനെ ചോദിക്കുന്നത്? പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കിട്ടാൻ നോക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? പിന്നെ അവൻ അല്പനേരം ഒന്ന് മടിച്ചു നിന്നു. പിന്നെ ഞാനൊരു കല്യാണം കഴിക്കും. അല്ല, അത് കഴിഞ്ഞ് പിന്നെ നീ എന്തു ചെയ്യും? അവൻ പറഞ്ഞു, സാറേ, പിന്നെ അങ്ങനെ ജീവിക്കും. അല്ല, അത് കഴിഞ്ഞ് പിന്നെ എന്തു ചെയ്യും? പിന്നെ ഞാനങ്ങ് പ്രായമാകും. മോനെ, പിന്നെ നീ എന്തു ചെയ്യും? പിന്നെ ഞാനങ്ങ് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്തു ചെയ്യും? അത്രയും നേരം ഈ കുട്ടിക്ക് മറുപടി പറയാനുണ്ട്, കുട്ടികൾക്ക് മറുപടി പറയാനുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്? അതിന് മറുപടിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്? അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ മറുപടി പറയാൻ ആ കുഞ്ഞിന് സാധിച്ചില്ല, കുട്ടികൾക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു. എന്തിനാണ് ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി. അതിനപ്പുറം അറിഞ്ഞുകൂടാ. മനുഷ്യ സമൂഹം അങ്ങനെയല്ലേ? ജീവിക്കാൻ വേണ്ടി. ഈ ഭൗതികമായ ജീവിതം, ഈ താൽക്കാലികമായ ജീവിതം, അതെങ്ങനെയും ജീവിച്ചങ്ങ് തീർക്കുക. അതിന് മാത്രമാണ്. അത് സുഖമായി ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം, സമാധാനമായി ജീവിക്കണം. നമുക്ക് ലക്ഷ്യമുണ്ട്, അതിൽ അപാകതയൊന്നുമില്ല. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. സമാധാനമായി തന്നെയാണ് നാം ജീവിക്കേണ്ടത്. സന്തോഷം ഉണ്ടായിരിക്കണം. ജീവിതത്തിലൊരു സംതൃപ്തിയും ജീവിതത്തിലൊരു സമാധാനവും തീർച്ചയായിട്ടും കൈവരിക്കണം. പക്ഷേ ഇതിനപ്പുറം പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 46-ാം വാക്യം പറയും, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഒരു ഭാഗം ആളുകൾ നിത്യജീവങ്കിലേക്ക് പോകും, വേറൊരു ഭാഗം ആളുകൾ നിത്യ ദണ്ഡനത്തിലേക്ക് പോകും. നിത്യജീവനിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, നിത്യദണ്ഡനത്തിലേക്ക് പോകുന്ന ഒരു ഭാഗം ആളുകളുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകും, എന്താണ് ഈ നിത്യത? നിത്യദണ്ഡനം എന്ന് പറയുന്നു ഇറ്റേണൽ ടോർച്ചർ, നിത്യമായ ദണ്ഡനം, ഇറ്റേണൽ പണിഷ്മെൻറ്റ്, നിത്യമായ ശിക്ഷ. സ്നേഹവാനായ ദൈവം മനുഷ്യനെ അങ്ങനെ ശിക്ഷിക്കുമോ? സ്നേഹവാനായ ദൈവം സ്നേഹമാകുന്നു തിരുവചനം പറയുന്നു. സ്നേഹവാനായ ദൈവം നിത്യമായ നരകം തരുമോ? അങ്ങനെ നിത്യമായ നരകമുണ്ടോ? വേദശാസ്ത്രജ്ഞന്മാർ പോലും ഇന്ന് അങ്ങനെയുള്ള ചില ഊരാക്കുരുക്കളിൽപ്പെട്ട് വലയുകയും തെറ്റായ ദുരുപദേശങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിത്യനരകമില്ല എന്ന് പറയുന്ന വേദശാസ്ത്രികളുണ്ട്, വേദ അധ്യാപകരുണ്ട്, വേദവിജ്ഞാനികളുണ്ട്. നിത്യനരകമെന്ന് ഒന്ന് ഇല്ല എന്ന് സ്വയം സംതൃപ്തിപ്പെട്ടുകൊണ്ട്
ആ സംതൃപ്തിക്ക് മാറ്റുകൂട്ടാൻ അത് വിളിച്ചു പറയുന്നതായ അനേകം വേദ അധ്യാപകരുണ്ട്, വേദശാസ്ത്ര അധ്യാപകരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞത് എന്താണ്? യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. നിത്യദണ്ഡനം എന്നുണ്ട്, നിത്യജീവൻ എന്നുള്ളതൊന്നുണ്ട്. ഇറ്റേണൽ ടോർച്ചർ, നിത്യമായ നരകം, എവർ ലാസ്റ്റിംഗ് ലൈഫ്, നിത്യമായ ജീവൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തീരാത്ത ജീവൻ, സ്വർഗീയ സമാധാനം, സ്വർഗീയ ശാന്തി, ഒരിക്കലും തീരാത്ത നിത്യ നരകം, നിത്യമായ ദണ്ഡനം, നിത്യമായ യാതന, അതിനെക്കുറിച്ചാണ് തിരുവചനത്തിൽ ആവർത്തിച്ച് പറയുന്നത്. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന്. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ തന്നെ നാം കാണും. 25-ാം അധ്യായം 23-ാം വാക്യം, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ വേറെ ദാസനോട് പറയുകയാണ് 30-ാം വാക്യം, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യാതനയുടെ കരച്ചിൽ, നിരാശയുടെ പല്ലുകടി. യാതനയും നിരാശയുമായി, വേദനയും നിരാശയുമായി വലയുന്നു നിത്യ നരകത്തിൻ്റെ ഭീകര ദണ്ഡനത്തിൽ. എന്നാൽ ഒരു ഭാഗം ആളുകൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി കേൾക്കുന്നു. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്നാണ് അവിടെ എമ്പുരാൻ പറയുന്നത്. സ്വർഗത്തിലെ നിത്യനായ യജമാനൻ കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിനക്ക് ലഭിച്ച ചെറുതിൽ നീ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. എന്നാൽ മറ്റേ ദാസനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല, ദുഷ്ടനും അടിയനുമായ ദാസൻ എന്നാണ്. 25-ാം അധ്യായത്തിൽ തന്നെ നാം കാണും അവനെ ദൈവം വിളിക്കുന്നത്. 26-ാം വാക്യം, ദുഷ്ടനും അടിയനുമായ ദാസനെ, കൊള്ളരുതാത്ത ദാസൻ എന്ന് വിളിക്കുന്നുണ്ട് 30-ാം വാക്യത്തിൽ. എന്നാൽ 26-ാം വാക്യത്തിൽ വിളിക്കുന്നത് ദുഷ്ടനും അടിയനുമായ ദാസനെ എന്നാണ്. ദുഷ്ടനും അടിയനുമായ ദാസനെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം എന്ത്? മനുഷ്യൻ മരിച്ചാൽ എവിടെ? സ്ഥായിയായ ചോദ്യത്തിൻ്റെ മറുപടി തിരുവചനത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ നിത്യജീവനിൽ, അല്ലെങ്കിൽ നിത്യ നരകത്തിൽ, ഒന്നുകിൽ നിത്യ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നിത്യ യാതനയിൽ, ഒന്നുകിൽ നിത്യ സന്തോഷത്തിൽ, അല്ലെങ്കിൽ നിത്യ ദുരിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ പറയും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലരെ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, ചിലര് നിത്യ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി ഉയർത്തെഴുന്നേൽക്കും. ദാനിയേൽ 12:2, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായി ഉണരും, ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളും, മണ്ണിൽ മറയും. മൺമറഞ്ഞു പോകുന്ന മനുഷ്യൻ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു നാൾ അവൻ ഉണരും, അവൻ ഉയർത്തെഴുന്നേൽക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായി ഉണരും, ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. ലജ്ജാവിവശരായി അവർ നിൽക്കും. ഇതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീൻ,
എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞത് നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിത്യനിന്ന കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിരാശയും ദുഃഖത്തിൻ്റെ വിലാപവും ഉണ്ടാകും. അയ്യോ, ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ള ആ നിരാശയിലും സങ്കടഭാരത്തിലും യാതനയിലും ഏറ്റവും ഭയങ്കരമായ വേദനയിലും പൊരിഞ്ഞുകൊണ്ട് അവർ കാണും. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞത് നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. തുടർന്ന് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട്. പിമ്പന്മാരായിരുന്നു, പിറകിലായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ രക്ഷണ്യ യാഗത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമബലിയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് വേർതിരിച്ച് മുന്നോട്ട് വരുന്നവർ അവർ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും, സ്വർഗീയ വിരുന്നിൽ പങ്കാളികളാകും. എന്നാൽ മറ്റൊരു ഭാഗം ആളുകൾ അവരെ കരച്ചിലും പല്ലുകടിയുമായി തീരാത്ത യാതനയിൽ ഒടുങ്ങാത്ത വേദനയിൽ പുകഞ്ഞ് പൊരിഞ്ഞ് വലഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് അവിടെ കർത്താവ് പറയുന്നത് എന്താണ്? 13-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. യേശുക്രിസ്തു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിക്കുകയായിരുന്നു, യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. അവനോട് യേശു പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. എന്താണ് പറഞ്ഞത്? ഒരാൾ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ യഹൂദ മതത്തിലെ പുരോഹിതന്മാരും യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരും മറ്റും പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ യാഗം കഴിച്ചാൽ മതി രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പള്ളിയിലേക്ക് വഴിപാട് കൊടുത്താൽ മതി രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് യെരൂശലേം ദേവാലയത്തിലെ 3 പ്രധാന പെരുന്നാളുകളിൽ സംബന്ധിച്ചാൽ മതി രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ നീ ഒരു പുതിയ ഉപദേശം കൊണ്ടുവരുന്നതായിട്ട് തോന്നുന്നല്ലോ, സ്വർഗരാജ്യത്തിലെത്താൻ പ്രയാസമാണെന്ന് തോന്നുന്നല്ലോ. എന്താണ് നീ പറയുന്നത്? രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവർ, നിത്യരക്ഷ നേടുന്നവർ ചുരുക്കമാണോ? അതാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തെ തൊടുന്നു നീ പറയുന്ന വാക്കുകൾ ഞങ്ങൾ ഇതുവരെയും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലുള്ളൊരു വിശ്വാസമല്ല. ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് അത് യഹോവയായ ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് യെരൂശലേം ദേവാലയത്തിൽ പോവുകയും യെരൂശലേം ദേവാലയത്തിലെ പെരുന്നാളുകളിൽ സംബന്ധിക്കുകയും യെരൂശലേം ദേവാലയത്തിൽ വഴിപാട് ഇടുകയും മാത്രമല്ല യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾ നടത്തുകയും അങ്ങനെ മഹാപുരോഹിതന്മാരെ പ്രസാദിപ്പിക്കുകയും ചെയ്താൽ രക്ഷപ്പെടുമെന്നാണ് ഞങ്ങൾ ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നീ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, അനേകരും രക്ഷപ്പെടുകയില്ല, പലരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്താണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അയാൾ ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, കർത്താവ് ചുരുക്കമെന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. കടക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. ഈ ദൈവരാജ്യത്തിൽ എത്തണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. സ്വർഗരാജ്യത്തിൽ ചെല്ലണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പലരും കടക്കാൻ നോക്കും, ശ്രമിക്കുമെന്നാണ്. പലരും ഈ ദൈവരാജ്യത്തിലെത്താൻ വളരെ അധ്വാനിക്കും, കഷ്ടപ്പെടും, പക്ഷേ കഴിയുകയില്ലതാനും, സാധ്യമല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണെന്നല്ല കർത്താവ് പറഞ്ഞത്. പലരും ശ്രമിച്ചാലും സാധ്യമല്ല. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. വീട്ടുടയൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും.
അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. അനീതി മാറിയില്ല. നിങ്ങൾ വലിയ പരിചയം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കർത്താവേ, നീ ഞങ്ങളുടെ തെരുക്കളിൽ വന്ന് പഠിപ്പിച്ചില്ലേ, നമുക്ക് പരിചയമുണ്ടല്ലോ. ഇപ്പം എന്താണ് ഞാൻ അറിയില്ല എന്ന് പറയുന്നത്? എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ലേ? എന്നിട്ട് നീ എന്താണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്? അറിയില്ല എന്ന് പറയുന്നത്, നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് പറയും, അനീതി മാറിയില്ല, ജീവിതം മാറിയില്ല. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീനെന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായൊരു കാര്യം ഗ്രഹിക്കൂ. ജീവിതത്തിലെ പാപം മാറിയല്ലാതെ പരിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ പ്രവേശിക്കുകയില്ല. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മാറണം, അകൃത്യങ്ങൾ മാറണം, ലംഘനങ്ങൾ മാറണം, നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ മാറണം, നമ്മുടെ അനീതികൾ മാറണം. എങ്ങനെ മാറും? അതിനാണ് നീതിസൂര്യനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്നത്. പൂർവ്വകാല മനീഷികൾ പാടി, അത് അടുത്ത പ്രസംഗത്തിൽ പറയാം. പൂർവ്വകാല മനീഷികൾ പാടി, ബുദ്ധിജീവികൾ പാടി, അവർ നാഥാ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പാടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചത്തിന് വേണ്ടി കൊതിപ്പീൻ. സത്യ വെളിച്ചം ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ജീവപ്രദമായ വെളിച്ചത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓടി വരുവീൻ. അന്ധകാര ശക്തികളോട് യാത്ര പറയുവീൻ, പൈശാചിക സേനകളോട് യാത്ര പറയുവീൻ, പാപത്തെ വിട്ട് തിരിയുവീൻ, പാവക്കറകൾ കഴിമാറ്റുന്ന ക്രൂശിൻ തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ. ഗോകുൽത്തായിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിൽ നിങ്ങൾ ശരണപ്പെടുവീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ സ്വീകരിപ്പീൻ. യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് യേശു വരുന്നു എന്ന് നിങ്ങൾ ധ്യാനിപ്പീൻ. യേശു നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു നിങ്ങൾ ധ്യാനിപ്പീൻ. മോനെ, നിത്യനരകത്തിലേക്ക് നീ പോകണ്ട എന്ന് യേശു നിങ്ങളോട് പറയുകയാണ്. മോളെ, നീ നിത്യനരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്ക് നീ നീങ്ങണ്ട എന്ന് യേശു നിങ്ങളോട് പറയുകയാണ്. നിനക്ക് നിത്യജീവൻ ഞാൻ തരാമെന്ന് കർത്താവ് പറയുകയാണ്. നിത്യദണ്ഡനം ഒഴിവാക്കി തരാമെന്ന് കർത്താവ് പറയുകയാണ്. മരണശേഷമുള്ള നിത്യത സ്വർഗ സൗഭാഗ്യത്തിൽ നിനക്ക് എത്തിച്ചേരാമെന്ന് കരുണയുള്ള കർത്താവ് നിനക്ക് വാഗ്ദത്തം തരികയാണ്. യേശു നിങ്ങളുടെ നേരെ കരം നീട്ടിക്കൊണ്ട് പറയുന്നു, കുഞ്ഞേ, എൻ്റെ കരം നിനക്ക് വേണ്ടി ആണിയടിച്ച് തകർക്കപ്പെട്ടത്. ഈ കരത്തിലേക്ക് നിൻ്റെ ഭാവി നീ ഏൽപ്പിച്ചു തരുമെങ്കിൽ, എൻ്റെ ഈ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിൻ്റെ ആയുസ് നീ ഏൽപ്പിച്ചു തരുമെങ്കിൽ, നിൻ്റെ വരുംകാലം ഒരു പുതിയ ജീവിതം നയിപ്പാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ, ഇതുവരെ വന്ന സകല പാപങ്ങളും എൻ്റെ തിരുരക്തത്താൽ കഴുകി ഞാൻ നിന്നെ വെടിപ്പാക്കി തരാം. നിൻ്റെ ജീവിത വസ്ത്രം ഞാൻ അലക്കിത്തരാം. നിനക്കൊരു പുതിയ ജീവിതം തരാം. നിൻ്റെ ഹൃദയം പുതുക്കിത്തരാം. നിൻ്റെ ജീവിതം പുതുക്കിത്തരാം. നിൻ്റെ സ്വഭാവം പുതുക്കിത്തരാം. ഒരു പുതിയ ജീവിതം നിനക്ക് തരാം. മകനെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. സ്നേഹിത, ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയം നീ ക്രിസ്തുവിന് കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് നീ വാക്ക് പറയുവീൻ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിപ്പീൻ. പുതിയ തീരുമാനം നീ എടുക്കുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് യേശുവിനോട് പറയുവീൻ. നാഥാ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കുമെന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുവീൻ. സർവ്വവല്ലഭനല്ലയോ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നത്? സർവ്വോന്നതനല്ലയോ നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത്? സർവശക്തനല്ലോ നിങ്ങളെ മാടി വിളിക്കുന്നത്? അവൻ്റെ ക്രൂസിൻ്റെ ത്യാഗോജ്വലമായ സ്നേഹസ്മരണകളിലേക്കല്ലയോ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്? അവൻ നിങ്ങൾ വിളിക്കുന്ന ഈ സമയത്ത് തന്നെ ഓടി വരുവീൻ. അവൻ്റെ പാദത്തിലേക്ക് ഓടി വരുവീൻ. അവനോട് വാക്ക് പറയുവീൻ. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ ജീവദായകമായ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യജീവന്റെ സൗഭാഗ്യ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സകല തിന്മകളും സകല പാപങ്ങളും ഞങ്ങൾ ഇന്ന് കഴുകി മാറ്റുവാൻ അവിടുത്തെ ചങ്കു തുറന്നൊഴുകിയ തിരുരക്തം മതിയായതാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ആ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജയമുള്ള ശ്രീവായുടെ ചുവട്ടിലേക്ക് അടിയങ്ങളിതാ വരുന്നു. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വെടിപ്പാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നാൾക്ക് നാൾ ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ഈ വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഉടയവനെ, നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ
ഈ നിന്റെ മക്കളുടെ മേൽ വെക്കണമേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ പൊതിയണമേ. നാഥാ, നിന്റെ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്തുതിപ്പാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ.